ഇന്ന് നമുക്ക് രാത്രി കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ ആമ്പൂർ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് തമിഴ്നാട് സ്റ്റൈലിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. അതിൻ്റെ എന്തൊക്കെയാണ് ആവശ്യം. ഇത് 1 കിലോ ചിക്കൻ ഉണ്ട്. അതിന് ഞാൻ ഒരു 300 ഗ്രാം തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 300 ഗ്രാം തൈര് ഒഴിച്ച് കൊടുത്തു. 2 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾ, 1 സ്പൂൺ മുളക് പൊടി. കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. 1 സ്പൂൺ നിറയെ വന്നില്ല. 1 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഒരു 1/2 സ്പൂൺ കൂടി ഇട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ 1 സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് ഞാൻ പിന്നെ കുറച്ച് പുതിനയില ക്ലീൻ ചെയ്ത് കണ്ടിച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില. ഇനി നമുക്ക് ഇത് എല്ലാം കൂടെ മൊത്തത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതുണ്ടോ? ഇത് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനി 1 മണിക്കൂർ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തതല്ലേ, 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ചിക്കൻ മാരിനേറ്റ് ആയിട്ട് 1 മണിക്കൂറായി. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ 1 കിലോ ചിക്കനിന് 1/2 കിലോ ഉള്ളി ഞാൻ കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളക്, ഒരു 4 തക്കാളി, കുറച്ച് എന്താ പറയുന്നതിന് ഇല, ഗരം മസാല ഇല, ഇത് കറുത്ത ഏലക്ക, പട്ട, ലവംഗ്. ഇത്രയും കൊണ്ട് നമുക്ക് ഇവ തുടങ്ങാം. ഞാനിപ്പം കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുക്കറിൽ. ഞാനിതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഗരം മസാല എല്ലാം കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഈ ഉള്ളി എല്ലാം കൂടെ ഇട്ട് നല്ല ചുമക്കെ ഇതൊന്ന് വരട്ടിയെടുക്കണം. ഉള്ളി ഇത് കണ്ടോ, നല്ലപോലെ ചുമന്ന് കിട്ടി. ഇനി നമുക്ക് ഈ കണ്ടിച്ച് വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തു. ഇനി ഈ തക്കാളി ഇതിലോട്ട് കിടന്ന് നല്ലോണം ഒന്ന് വാടി കിട്ടണം. തക്കാളി നല്ലപോലെ വാടി കിട്ടി. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നല്ലപോലെ നമുക്കിത് വേവിച്ചെടുക്കാം. നിങ്ങൾ വിചാരിക്കും ഇത്ര നേരം കുക്കറിലായിരുന്നു, ഇപ്പം എന്താ ചരുവന്ന്. കുക്കർ എനിക്ക് തോന്നി 1 കിലോ അരിക്കും 1 കിലോ ചിക്കനും കൂടെ ശരിയാവത്തില്ല. അതുകൊണ്ട് അത് ഞാൻ ഈ വലിയ ചരുവത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് നമുക്കിനി തുറന്ന് നോക്കാം. ഉണ്ട് നമ്മളെ എല്ലാം നല്ല വെള്ളം വെട്ടിത്തിളച്ചു. അരി ഞാൻ ദാണ്ടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു നല്ല തിളപ്പ് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ച് എടുക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, അടിപൊളി നല്ല പോലെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചു. ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റ് സിമ്മിലാക്കി വയ്ക്കാം. ഞാൻ സിമ്മിലാക്കി വെച്ചിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് കൊച്ചൊരു ഇരിക്കല്ലുണ്ടായിരുന്നു, ആ വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 20 മിനിറ്റ് ശേഷം നമുക്ക് പിന്നെ നോക്കാം. നമുക്കിന്ന് 20 മിനിറ്റായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. അടിപൊളി നമ്മളെ ബിരിയാണി, ആമ്പൂർ ബിരിയാണി. ഇത് തമിഴ്നാട് സ്റ്റൈൽ ആമ്പൂർ ബിരിയാണി റെഡിയായി. ഹലോ, ആമ്പൂർ ബിരിയാണി റെഡിയായി. നമുക്കിനിത് അടച്ചു വയ്ക്കാം. ആമ്പൂർ ബിരിയാണി റെഡി. ഞാൻ നിങ്ങൾക്ക് ഇത് പ്ലേറ്റിൽ കോരിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇത് കാണിക്കാം. നമ്മളെ ചെന്നൈ സ്റ്റൈൽ ആമ്പൂർ ചിക്കൻ ബിരിയാണി റെഡിയായി. എല്ലാവരും വന്നാൽ നമുക്കിത് കഴിക്കാം. ഓടി വരി. ഇതിന് വേറെ കറിയൊന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ഇങ്ങനെ കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ ഇതെങ്ങനെ ഉണ്ടെന്ന്. നല്ല ചൂടാതെ. റിയലി യമ്മി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല സത്യം നല്ല സ്വാദുള്ള ബിരിയാണിയാണ് ആമ്പൂർ ബിരിയാണി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.